എല്ലാവർക്കും 90s വേൾഡിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഐവയുടെ ഒരു വാക്ക്മാൻ GS202 എന്ന് പറഞ്ഞ മോഡൽ നമ്മളത് റീസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം വാക്ക്മാൻ പണ്ട് മുതലേ നമ്മൾ 90കളിൽ മുതൽ 2000 2004 ആ ഒരു റേഞ്ച് വരെ നമ്മൾ ഹാൻഡ് ഹെൽഡായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഡിവൈസാണിത്. പാട്ട് കേൾക്കാനും അതുപോലെ റേഡിയോ കേൾക്കാനൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ അന്ന് നമ്മുടെ കയ്യിൽ പാട്ട് കേൾക്കാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. ഈ ഒരു മോഡലിൽ GS202 എന്നാണ് ഈ മോഡലിൽ ടേപ്പ് റെക്കോർഡർ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ടേപ്പ് റെക്കോർഡിംഗ് അല്ല, ടേപ്പ് പ്ലേബാക്ക് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ഈക്വലൈസിങ് ഓപ്ഷൻസും വരുന്നുണ്ട്. ജാസ്, റോക്ക്, പോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കിതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊരു ബാറ്ററി ഇട്ട് നോക്കിയാൽ അറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ 2 ബാറ്ററി എടുത്തിട്ട് നമ്മളത് ഇട്ട് നോക്കാൻ പോവുകയാണ്. അതിൻ്റെ പോസിറ്റീവ് മൈനസും അത് കൊടുത്തിരിക്കുന്ന പോലെ നമ്മളത് ജസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഓൺ ചെയ്തു. പക്ഷേ നമുക്ക് അതിൻ്റെ ആ ഒരു റോളേഴ്സ് ലോഡാവുന്നില്ല. മോട്ടർ തിരിയുന്ന ശബ്ദം കേൾക്കുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മിക്കവാറും അതിൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയതായിരിക്കും ചാൻസ് ഉള്ളത്. ആ ബെൽറ്റ് പൊട്ടിയിട്ട് പിന്നീട് അത് ശരിയാക്കി കാണില്ല എന്നാണ് എൻ്റെ നിഗമനം. മറ്റു ICക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിനോ അല്ലെങ്കിൽ മറ്റു മെക്കാനിസത്തിനോ അല്ലെങ്കിൽ മറ്റു ഫങ്ഷൻസിനോ ഒന്നും പ്രോബ്ലം ഉണ്ടായിരിക്കില്ലെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇത് എന്താണെന്നുള്ളത് നോക്കാം. നമുക്കിത് എന്താണെന്നുള്ളത് തുറന്ന് നോക്കാം. നമ്മളൊരു സ്ക്രൂ അവിടെ കാണുന്നുണ്ട്. അപ്പം സ്ക്രൂ അഴിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഇനി എന്താണ് നമ്മളുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരു സ്ക്രൂ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ പ്രസ് ഫിറ്റിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അത് ഇളക്കി അതിൻ്റെ ബാക്ക് കേസ് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തു. ഓക്കെ, അത് മാറ്റി വെച്ചു. ഇപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും അതിൻ്റെ മോട്ടറിൽ നിന്നും ആ ഒരു ഫ്ലൈ വീലിലേക്ക് യാതൊരു ബെൽറ്റോ ഒന്നും കാണുന്നില്ല. അപ്പോൾ അത് അതിൻ്റെ പ്രോബ്ലം ആയിരിക്കാം പ്രധാനമായിട്ടൊന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലുള്ള ഒരു ബെൽറ്റ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ വർക്കാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ബെൽറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ട്രാക്കും അതിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. വലിയ രീതിയിലുള്ള പൊടിയോ ടെസ്റ്റോ മണ്ണോ കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും നമുക്കത് ക്ലിയറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഐസോപ്രോപ്പൈൽ ബേസ് അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ തുടച്ചെടുക്കുകയാണ് അതിൻ്റെ ഭാഗങ്ങളൊക്കെ. ഇനി എൻ്റെ കയ്യിലുള്ളൊരു ബെൽറ്റ് ഉണ്ട്. എനിക്ക് വേറൊരു സെറ്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് ഒരു വാക്ക്മാൻ്റെ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ലെങ്ത്ത് എല്ലാം എനിക്ക് തോന്നുന്നു ഏകദേശം ആനുപാതികമാണ്. കാണുമ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇട്ട് നോക്കി. കുഴപ്പമില്ലെന്ന് തോന്നി. പക്ഷേ അതിന് വിഡ്ത്ത് അല്പം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ചു. മോട്ടർ ലോഡാവുന്നുണ്ട്. മോട്ടർ തിരിഞ്ഞ ശബ്ദം നമുക്ക് കേൾക്കാം. അതുപോലെ പുള്ളി ലോഡാവുന്നുണ്ട്. പക്ഷേ നമുക്ക് മറ്റു ലൗഡ് സ്പീക്കറിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. ഓൺലി ഈ മെക്കാനിസത്തിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു കാസറ്റ് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്ലേ ആവുന്നുണ്ട്. കാസറ്റിൻ്റെയും മെക്കാനിസത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. കാസറ്റ് ലോഡാവുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മറ്റ് ശബ്ദങ്ങളൊന്നും ഇതിന് കാസറ്റിലെ പാട്ടിൻ്റെ ശബ്ദമൊന്നും നമുക്ക് പുറത്തു വരുന്നില്ല. അപ്പോൾ മിക്കവാറും അതിൻ്റെ കാസറ്റിൻ്റെ അല്ല സെറ്റിൻ്റെ ലൗഡ് സ്പീക്കർ പോയതും ഒരു ഇഷ്യൂ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ലൗഡ് സ്പീക്കറിനും എന്തോ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഉറപ്പ് വരുത്തണം ഇത് IC പോയിട്ടില്ല അല്ലെങ്കിൽ മറ്റ് ഫങ്ഷൻസിലൊന്നും ഇല്ല, ഓൺലി ലൗഡ് സ്പീക്കർ മാത്രം പോയിട്ടുള്ളതാണ് എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൗണ്ട് റിസീവ് ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഹെഡ്സെറ്റിൽ കിട്ടുന്നുണ്ടെങ്കിൽ മറ്റ് ഫങ്ഷൻസ് എല്ലാം ഓക്കെയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ലൗഡ് സ്പീക്കർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഹെഡ്സെറ്റ് വെച്ച് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഹെഡ്സെറ്റ് വെച്ച് നോക്കുമ്പം പാട്ട് ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു ഇഴച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ശബ്ദം അല്പം ഇഴഞ്ഞാണ് കേൾക്കുന്നത്. അത് ഒന്നെങ്കിൽ നമുക്ക് ആ ബോർഡ് PCB പിന്നെ മോട്ടറുമായിട്ട് അല്ലെങ്കിൽ ആ മെക്കാനിസമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടായിരിക്കാം. അതിങ്ങനെ അമരുന്നതുകൊണ്ടായിരിക്കാം, സ്പേസ് കുറവായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ആ PCB ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അതല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ബെൽറ്റ് അതിൻ്റെ വിഡ്ത്ത് കൂടുതലാണ്, സ്ലോട്ടായിട്ട്, അതായത് ഫ്ലൈ വീലിൻ്റെ സ്ലോട്ടായിട്ടും വിഡ്ത്ത് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ലോഡാവാത്തത് കൊണ്ടാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഇനി അത് രണ്ടും ഒന്ന് പരീക്ഷിച്ചിട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം.
ഓക്കെ, ഞാൻ ആ PCB അഴിച്ചിട്ട് ജസ്റ്റ് ഒരു കയറി സ്പേസിംഗ് ഒക്കെ കൊടുത്തിട്ട് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കി. ഇപ്പോൾ കേട്ടത് ഞാൻ ആ ഹെഡ്സെറ്റ് ഈ ക്യാമറയായിട്ട് അറ്റാച്ച് ചെയ്തിപ്പോൾ കിട്ടുന്ന സൗണ്ടാണ് കേട്ടത്. എഴഞ്ഞ് തന്നെയാണത് വർക്കാവുന്നത്. പിന്നെ ഈ അടുത്ത സ്റ്റെപ്പ് ബെൽറ്റ് നമുക്ക് വേറെ വെടുത്ത് കുറഞ്ഞ ബെൽറ്റ് ഇട്ട് നോക്കാം. കയ്യിലുള്ള ബെൽറ്റുകളൊക്കെ ഓരോന്നായിട്ട് പരീക്ഷിക്കുകയാണ്. നമുക്ക് കറക്റ്റായിട്ട് വരുന്നൊരു സംഭവം എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്. അധികം ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഏകദേശം സെറ്റ് ആവുന്ന രീതിയിലുള്ള ഒരെണ്ണം എടുത്തിട്ട് പരീക്ഷിച്ച് നോക്കാം. അതിൻ്റെ ഒരു ഫ്ലൈ വീലിൻ്റെ ആ ഒരു വീല് പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് അതിൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റസ്റ്റ് ഓയിൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇനി മൊത്തത്തിലൊന്ന് ഡീസോൾഡർ ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് സോൾഡർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ജസ്റ്റ് PCBന്ന് എടുത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു കാര്യം കൂടെ നോക്കാം. നമ്മൾ സാധാരണ പാർട്ട് ഇഴയുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ബെൽറ്റിൻ്റെ പ്രോബ്ലം, മറ്റൊന്ന് ബാറ്ററിയുടെ പവർ കുറവായിട്ടായിരിക്കും. ബാറ്ററിയുടെ പവർ മീൻസ് വോൾട്ടേജിൻ്റെ ഒരു സ്പെസിഫിക് വോൾട്ടേജ് കുറവായിട്ടായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 1.4ഉം ഏകദേശം ഫുള്ളിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷേ എനിക്കത് ഈ ബാറ്ററി മാറ്റി നോക്കാം. ഇഴഞ്ഞാണ് വരുന്നത്. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ചെയ്ത് നോക്കാം. ഞാൻ പുതിയ 2 ബാറ്ററി വാങ്ങിച്ചിട്ട് അത് ഇട്ട് നോക്കാം. അപ്പോൾ പിന്നെ ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് പോകട്ടല്ലോ. വലിയ മാറ്റമൊന്നുമില്ല, അതുപോലെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ആ തിന്നായിട്ടുള്ളൊരു ബെൽറ്റ് ഇടാന്നുള്ളതാണ്. ജസ്റ്റ് ആദ്യം ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യുക. PCB എന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു സംഭവം ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. വഴികളുണ്ട്. ഓക്കെ, ആ ബോർഡ് അതിൻ്റെ കേസിൽ നിന്ന് ഊരിയെടുത്തിരിക്കുകയാണ്. ഇനി ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മെക്കാനിസം പൂർണ്ണമായിട്ട് ഇപ്പോൾ കാണാൻ പറ്റും. ഈ മെക്കാനിസം ശരിക്കും നമ്മൾ ആക്ച്വലി ഈ മെക്കാനിസം വേറെ ഒരു മൊഡ്യൂൾ പോലെ ആയിട്ട് അത് ഈ കേസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാണ് പതിവ്. പക്ഷേ ഇത് അങ്ങനെയല്ല. കേസ് തന്നെ ഇതുപോലെ ഒരുമിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല ആ കേസ്. അപ്പോൾ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലീൻ ചെയ്യാനും മറ്റു കാര്യം ഈ ബോർഡൊന്ന് ശരിയാക്കി എടുക്കണം. കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ തിരിച്ച ബോർഡ് അതിനകത്ത് വെച്ചിട്ട് പ്രസ് ഫിറ്റാണ് ആ ബോർഡ്, അത് വെച്ചിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ എല്ലാ വയറുകളും തിരിച്ച് സോൾഡർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഓൾറെഡി സ്പീക്കർ വയേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ മോട്ടറിൻ്റെ 2 കണക്ഷൻ ഉണ്ട്, M+, M-. പിന്നെ മറ്റൊരു കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിൻ്റെ കണക്ഷനാണ്. റെഡ്, വൈറ്റ്, പിന്നെ ഷീൽഡ്, അങ്ങനെ 3 കണക്ഷൻസ്. അപ്പോൾ അത് ഇത്രയാണ് വരുന്നത്. പിന്നെ അതിനകത്ത് ലീഫ് സ്വിച്ചൊക്കെ അതിന് ഇൻറ്റേർണലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻസൊക്കെ അത് സെപ്പറേറ്റ് അല്ല, അത് ഓൾറെഡി ബോർഡിനകത്ത് ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് വേറെ നമുക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഇതിൻ്റെ കേസ് നമുക്ക് തിരിച്ച് പ്രസ് ഫിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയാണ് അടുത്തുള്ളത്. ഓക്കെ, ഞാനതിൽ ബെൽറ്റ് മാറ്റിയായിരുന്നു. തിന്നായിട്ടുള്ളൊരു ബെൽറ്റ് നമ്മുടെ കളക്ഷൻസിൽ നിന്ന് എടുത്തിട്ട് ഇട്ടായിരുന്നു. ഇപ്പം പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നോക്കിയായിരുന്നു, നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. പക്ഷേ സ്പീക്കർ നമുക്ക് മാറ്റാൻ പറ്റില്ല. സ്പീക്കർ നമ്മുടെ കയ്യിലില്ല. പിന്നെ മാത്രമല്ല നമുക്ക് ആ സ്പീക്കറിൻ്റെ പോർഷൻ ഇളക്കി മാറ്റി അത് റിപ്പയർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമുക്കത് ഇത്തിരി ഡിഫിക്കൽട്ടായി തോന്നി. അതുകൊണ്ട് ആ ഭാഗമൊന്നും ചെയ്തില്ല. ഇപ്പോൾ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്തത്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.